ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റായോ അല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടോ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ കുറച്ച് എല്ലില്ലാത്തതിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുള്ള ഒരു ചിക്കനാണിത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ഈ ഒരു പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സവോളയും തക്കാളിയും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവോളയും തക്കാളിയും വെച്ചിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒന്ന് മൂടി വെക്കുകയാണ്. ആ മൂടി വെക്കുമ്പോൾ നമ്മുടെ ഒരു സവോള വേഗത്തിലൊന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു സവോള നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു പഴുത്തിട്ടുള്ള ചെറിയ തക്കാളിയാണ്. അപ്പോൾ ആ ഒരു തക്കാളി അതും ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കുറച്ചുകൂടി ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള ഒരു പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടിട്ടാണ് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതാ ഞാനിതിലേക്ക് ആ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് 1-2 സെക്കൻഡ് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കനും ഈ ഒരു സവോളയും എല്ലാം കൂടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഈ ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പൊടി നമുക്ക് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരിക്കലും കോഴിമുട്ട ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇനി കൂടുതൽ കോഴിമുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ദോശയ്ക്ക്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഒരു മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ലൂസായി പോവുകയും ചെയ്യരുത്, നന്നായിട്ട് കട്ടിയായി പോവുകയും ചെയ്യരുത്. അതിനിപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൈ പാൻ നമുക്ക് ഒരു മീഡിയം സൈസിൽ ചൂടാവണം. അപ്പോൾ നന്നായിട്ട് ചൂടാവരുത്. അപ്പോൾ ഇതാ ഞാനൊരു കയ്യിൽ മാവ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ചുറ്റിച്ചിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രൈ പാന് കൂടുതൽ ചൂടാവരുത്. അപ്പോൾ ദാ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഈ ഒരു വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് വേഗത്തിൽ തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്നും പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ദോശ എടുത്തിട്ട് സൈഡിലൊക്കെ ഇതുപോലെ മൈദ മാവ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ മൈദ മാവ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു സൈഡിലും ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഒന്നോ രണ്ടെണ്ണോ വീതം ഇട്ട് കൊടുക്കാം. അതിനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട, ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്സിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. സൂപ്പർ ടേസ്റ്റാണിത്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കിത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു സ്നാക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഞാനതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുഴുവൻ സ്നാക്സും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടും നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാഹ്. ഓക്കേ ബൈ.